ഫ്രാൻസിലെ വെസൂൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഏഷ്യൻ സിനിമയുടെ 32ാം പതിപ്പിൽ ഗോൾഡൻ സൈക്ലോ പ്രധാന പുരസ്കാരം നേടിയത് വെറും വിജയമല്ല, ഏഷ്യയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ലോകം അംഗീകരിച്ച നിമിഷമാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ശ്രീലങ്കൻ സംവിധായകൻ ലളിത് നെക്നായക് ഒരുക്കിയ റിവർ സ്റ്റോൺ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ സിനിമ കാണുമ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ കാണില്ല, നമ്മൾ കാണുന്നത് അതിൻ്റെ ആഘാതത്തിൽ തകർന്ന മനുഷ്യരുടെ കഥയാണ് പ്രധാനമായിട്ടും. അതുപോലെ ഈ രാഷ്ട്രീയ പ്രതിസന്ധി വാർത്തകളിലൊക്കെ ഇങ്ങനെ ഹെഡ്ലൈൻ ആകുമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അതിൻ്റെ വേദന നമ്മുടെ വീടുകൾക്കുള്ളിൽ ശബ്ദമില്ലാതെ നടക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ ഈ സിനിമ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. കഥ വളരെ സിമ്പിളാണ്. 3 പോലീസുകാർക്കൊപ്പം ഒരു തടവുള്ളിയുടെ അവസാനത്തെ യാത്രയാണ് പ്രതിപാദിക്കുന്നത്. അത് അവൻ്റെ സ്വന്തം ഗ്രാമത്തിലൂടെയാണ്, അവൻ്റെ വീടിന് സമീപത്തൂടെ, അല്ലെങ്കിൽ അവൻ അറിയാവുന്ന ആൾക്കാർക്കിടയിലൂടെ. ഈ അവസ്ഥയിൽ അയാൾ മരിക്കേണ്ടി വന്നാൽ നീതി എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ കൂടി ഈ സിനിമ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ശബ്ദമല്ല, കാര്യം അതിൻ്റെ ഒരു നിശബ്ദതയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലമുകളിലൂടെ വീശുന്ന കാറ്റ്, നീളുന്ന വഴികൾ, വണ്ടിയുടെ അകത്തിരിക്കുന്ന പോലീസുകാരുടെ മൗനം എല്ലാം കൂടിയൊക്കെ നമ്മളിലേക്ക് ഒരു ആത്മപരിശോധനയാക്കി ചില സമയങ്ങളിൽ ഇത് മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു സ്ലോ ബേൺ സിനിമയാണെന്നൊക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ ഓരോ ഫ്രെയിമും നമ്മൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് പുതിയ പുതിയ അർത്ഥങ്ങൾ ഈ കഥയിലേക്ക് തുറക്കുന്നു എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ശരിക്കും അത് കഥ കൊണ്ടല്ല, അത് നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കുന്നതിലൂടെയാണെന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് തോന്നുന്നത്. രാജ്യത്തിൻ്റെ കഥ എന്നതിലുപരി മനുഷ്യൻ്റെ ഉള്ളിലെ നിശബ്ദ സത്യത്തിൻ്റെ കഥയായതുകൊണ്ടാവാം ഈ അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഇത് കയ്യടി നേടിയതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ തടവുകാരൻ്റെ വിധി എന്തായാലും യഥാർത്ഥ ഹോണ്ടഡ് ആയിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് പോലീസുകാരുടെയൊക്കെ കണ്ണുകളിലാണ് നമുക്ക് പ്രത്യേകമായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് അവർ ചെയ്തതിനേക്കാൾ ചെയ്യാതെ പോയ കാര്യങ്ങളുടെ ഭാരമാണ് ഈ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റിവർ സ്റ്റോണിൻ്റെ ക്ലൈമാക്സ് ശരിക്കും ഒരു ഷോക്കല്ല, അത് ഒരു നിശബ്ദ കുറ്റബോധമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. തീർച്ചയായും കൈയടിക്കാവുന്ന സിനിമയാണ്.